വാസ് കേശവൻ എന്ന ചോദ്യത്തിന് കേശവൻ വാസ് ഹൂ എന്ന് ഉത്തരം എഴുതിയ മണ്ടനായ ആളാണ് ഞാൻ. നിങ്ങൾ തന്ന ലക്കി സ്റ്റാറിൽ നിന്നുള്ള സ്നേഹവും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഇന്ന് വേദിയിൽ നിൽക്കാൻ പറ്റിയത്. തുടർന്നും അതുണ്ടാവണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് സിനിമാ താരങ്ങളുടെ ശബ്ദം അവതരിപ്പിക്കുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ ബിൽബിൻ ആണ് ശബ്ദം അവതരിപ്പിക്കുന്നത്. ബിൽബിൻ ഏത് ശബ്ദമാണ്? ഞാൻ ബിജുക്കുട്ടൻ ചേട്ടന്റെ ശബ്ദം. ബിജുക്കുട്ടന്റെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, റെഡി, കേൾക്കാം. ചേച്ചി തിരുക്കുടി വെള്ളം കൂടെ വെച്ച് തലേന്റെ വീട്ടിൽ ചെപ്പ് വെക്കാൻ വേണ്ടി ഞങ്ങൾ കാശെടുത്ത് ലതയുടെ പൈസ തിരിച്ചു തലയുടെ പറഞ്ഞപ്പോ തല പറയുക അത് കല്യാണത്തിന് തെളിവിന്റെ കുറച്ചുള്ള ചന്ദ്രന്റെ ടൈപ്പ് ഇഷ്ട ടൈം കേട്ടോ. കുളിപ്പിക്കാൻ വരെ കേരള പോലീസ്. ഞാൻ പോട്ടേടാ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയ്യടി കൊടുക്കണം. ഇനി നമുക്ക് പ്രശാന്തിലോട്ട് പോകാം. പ്രശാന്ത് ഏത് താരത്തിന്റെ ശബ്ദമാണ്? ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള സിദ്ദിഖിന്റെ ശബ്ദം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോ നന്നായാൽ ഒരു കയ്യടി തരണം, നന്നായില്ലെങ്കിൽ ഒന്ന് കയ്യടി. ഡയറക്ടർ സിദ്ദിഖിയുടെ അല്ല, നടൻ സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഒരു സെന്റി ഡയലോഗിലാണ്, ആൻമരിയ കലിപ്പിലാണെന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ആ സെന്റി ഡയലോഗിൽ. ഓക്കെ, റെഡി. സൗണ്ട് ഓഡിയോ. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് വെച്ചാൽ അപ്പന്മാര് ചെയ്യുന്ന പോലൊക്കെ ചെയ്യാൻ എല്ലാ കൊച്ചുങ്ങളും ആഗ്രഹിക്കണമെന്നേ. നീ ഇളയമോനെ കണ്ടിട്ടില്ലേ? അവന് നേരെ മൂത്തതൊരു പെണ്ണ. അപ്പം ഒരു ദിവസം കൊച്ചു സ്കൂളിൽ പോയിട്ടൊന്ന് പറഞ്ഞു, സ്കൂളിൽ ഒപ്പന കൊണ്ട് അതിൽ മണവാട്ടിയായിട്ട് അവളെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രസ്സിന് മറ്റൊക്കെ ആയിട്ട് ഒരു 100-350 രൂപ വേണം. ഞാൻ എടുത്ത വയൽ പറഞ്ഞു, കാശിലമില്ലാത്ത മണവാട്ടിയാണെങ്കിൽ അയച്ചത്. കൊച്ചൊരുപാട് കരഞ്ഞു. അവരുടെ അമ്മയെ ഒരുപാട് നിർബന്ധിച്ചു, നിങ്ങൾക്ക് ഒരു 350 കൊടുത്താൽ എന്താണ്? ഞാൻ അമ്മ ഇറക്കീസാണ് പോയി. അവസാനം യുവജനോത്സവം അന്ന് കൊച്ചു നിർമ്മിച്ച് സ്കൂളിൽ പോയില്ല. അവരുടെ അമ്മ അവരുടെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് അവര് സഞ്ചരിച്ചിരുന്ന ഓട്ടോയിൽ ഒരു ബസ് വന്ന് ഇടിച്ചിട്ട് എന്റെ കൊച്ചു ബോധമില്ല. 2 ദിവസം ഐസിയിൽ ഞാൻ ചങ്ങത്തല്ലി ഓടിച്ചെന്നു. ഇടയ്ക്കിപ്പോ ബോധം വീണപ്പോ എന്റെ കൊച്ചന്റെ കയ്യേലും പിടിച്ചു ചോദിക്കുവാ, നിങ്ങളെ പൈസ ഇടിക്കിങ്ങനെ വല്ലതും വരുമോ പറഞ്ഞിട്ട് എന്റെ കൊച്ചു പോയടങ്ങുകയെ. അതിനുശേഷം ഞാൻ ഈ മുസ്ലിം കല്യാണത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ പോകത്തില്ല. വീട്ടുകാരും കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചില്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകുവേ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗംഭീരം പ്രശാന്ത്. ഇനി ഞാൻ നമ്മുടെ ജാഫർക്കയുടെ ശബ്ദം അനുസരിക്കുകയാണ്. ഇത് മൊത്തം പൊക്കം രൂപം വെച്ചിട്ടുള്ള ശബ്ദമാണ്. ഓക്കെ, കേൾക്കാം. നമ്മുടെ ജാഫർ ഇടുക്കി. മോളെ, ചെറിയാച്ചനൊരു കല്യാണം തോന്നിട്ടുണ്ട്. കേട്ടത്ര നല്ല കൂട്ടരാണ്. അവർ ഫാമിലിയൊക്കെ ദുബായിലാന്ന് കേട്ടെ. ചെറുക്കൻ ലണ്ടനിൽ നേഴ്സോ മറ്റോ കാര്യങ്ങളെ എന്തൊക്കെയാ. ചാച്ചനെ വിവരവും വിദ്യാഭ്യാസമൊക്കെ നോക്കണ്ടല്ലോ. മോള് തന്നെ ആലോചിച്ച് നോക്ക്. ഈ കട്ടപ്പനയൊക്കെ ഇങ്ങനെ കുമ്പിളപ്പം നിന്ന് നടക്കണമാണോ, അതോ പറന്നു കിടന്ന ജീവിതം ഒന്ന് ആസ്വദിക്കണ്ടേ? താങ്ക് യു. ഓക്കെ, ഗംഭീരം, സൂപ്പർ. ഇനി അടുത്തായിട്ട് നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞു പോയ നടൻ അനിൽ നെടുമങ്ങാടിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദം അയ്യപ്പനും കോശി എന്ന ചിത്രത്തിലെ വോയിസ്. ഓക്കെ, റെഡി. കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ നീ? കുമ്മാട്ടി തൃശ്ശൂര് കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജന്മമാരെ പാണ്ടികളെ ഇറക്കും കുമ്മാട്ടിക്കോലത്തിൽ. എതിരെ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജ സഖാക്കളെ തീർക്കാൻ 2 കുമ്മാട്ടി കഴിഞ്ഞു. കുറെ സഖാക്കളും തീർന്നു. പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികളാണ്. ചെയ്തതാരാന്ന് പോലീസിന് പിടികിട്ടിയില്ല, പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ടു നിർത്തി MLA ചാത്തൻ മാഷിന് മുന്നിൽ.